കണ്ണൂർ എ.ഡി.എം. നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയതായുള്ള വ്യാജ പരാതി സൃഷ്ടിച്ച പ്രശാന്തനെതിരെ അന്വേഷണം നടത്തിയില്ലെന്ന് പോലീസ്. നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പറഞ്ഞ പ്രശാന്തൻ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ലഭിച്ചില്ലെന്ന വിവരാവകാശ മറുപടികൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ആണ് വ്യാജ പരാതി അന്വേഷണം സൃഷ്ടിച്ച പ്രശാന്തനെതിരെ പോലീസിൽ പരാതി നൽകിയത്. കണ്ണൂർ മുൻ എ.ഡി.എം. ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് കാണിച്ച് വ്യാജ പരാതി സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും അന്വേഷണം നടത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന പോലീസിന്റെ ഔദ്യോഗിക മറുപടി കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. പെട്രോൾ പമ്പിന്റെ അനുമതിക്കായുള്ള NOC ലഭിക്കാൻ നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും അത് നൽകിയെന്നും അദ്ദേഹം മരിച്ച വിവരം പുറത്തുവന്ന ഒക്ടോബർ 15-നാണ് പ്രശാന്തൻ പറഞ്ഞത്. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നെന്ന് പറഞ്ഞ് പരാതിയുടെ പകർപ്പും പ്രശാന്തൻ കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി. എന്നാൽ സംസ്ഥാന വിജിലൻസ് ഡയറക്ടറേറ്റും റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസും കണ്ണൂർ ജില്ലാ കളക്ടറും നവീൻ ബാബുവിനെതിരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ചിരുന്നു. പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയതായി വ്യാജ പരാതി സൃഷ്ടിച്ച പ്രശാന്തനെതിരെ നടപടി വേണമെന്ന് കാട്ടി അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പ്രശാന്തനെതിരെ അന്വേഷണം നടത്തുക പോലും ചെയ്തിട്ടില്ല എന്നാണ് പോലീസിന്റെ മറുപടി. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറഞ്ഞു ഉയർത്തിക്കാട്ടിയ കത്ത് CPM കേന്ദ്രത്തിൽ നിർമ്മിച്ചതാണെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രശാന്തനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന പോലീസിന്റെ മറുപടിയും പുറത്തുവരുന്നത്. പ്രശാന്തൻ സൃഷ്ടിച്ച വ്യാജ പരാതി ആരോപണം എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തതെന്ന ചോദ്യം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുമുണ്ട്. ജനം, കോഴിക്കോട്.